PSC ജേണിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ എണീറ്റ് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു പരിപാടി എന്ന് പറയുന്നത്. സെറ്റ് ചെയ്യല്ല, എന്താ പറയുക, നമ്മൾ ക്ലീൻ ചെയ്യുക. നമ്മൾ തലേദിവസം പഠിച്ചിട്ടൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കാൻ വന്നിരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ നമ്മുടെ ടേബിൾ എപ്പോഴും നീറ്റായിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അതാദ്യം ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ നീറ്റായിട്ട് വയ്ക്കാം. പിന്നത്തെ എൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്, റൂട്ടീൻ എന്ന് പറയുന്നത് എന്താണ്, ടു ഡു ലിസ്റ്റ് പ്രിപ്പറേഷനാണ്. അപ്പോൾ ടു ഡു ലിസ്റ്റ് എപ്പോഴും രാവിലെ തന്നെ ഞാൻ ചില ദിവസം തലേദിവസം പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും രാവിലെ തന്നെ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ എൻ്റെ LDC എപ്പോഴും പറയുന്ന പോലെ തന്നെ LDCയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, സിലബസ്. അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ടു ഡു ലിസ്റ്റ് ഇടുന്നത്. കാരണം അപ്പോൾ അത് തീരുന്ന അനുസരിച്ചിട്ട് ഞാൻ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ ഇങ്ങനെ ടിക്ക് ഇട്ട് പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് എത്രത്തോളം കവർ ചെയ്യണമെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അതിന് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ റാങ്ക് ഫയൽ വെച്ചിട്ടൊക്കെ ടോപ്പിക് ഇടുന്നവരുണ്ടായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഞാനിപ്പോൾ ഒരു 8 തൊട്ട് 9 വരെയാണ് ഒരു പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താ പറയുക, എന്നും ഞാൻ ഈ ഒരു സമയത്ത് തന്നെ പഠിക്കും അങ്ങനെയൊന്നുമില്ല. എപ്പോഴാണോ ടൈം കിട്ടുന്നത് അങ്ങനെയാണ്. രാവിലെ വളരെ നേരത്തെ എണീറ്റ് പഠിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ മാക്സിമം സമയം കിട്ടുമ്പോൾ പഠിക്കുക എന്നുള്ളതാണ്. പലരും ചോദിച്ചു ഒരു ദിവസം എത്ര പഠിക്കുന്നൊക്കെ. അപ്പോൾ അതൊരിക്കലും ടൈം വെച്ചിട്ടല്ല ഞാൻ പഠിക്കാറുള്ളത്. നമ്മൾ ടോപ്പിക് ഇടും, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമല്ലോ. അപ്പോൾ അതിലത്തെ ടോപ്പിക്ക് തീർക്കുക എന്നുള്ളതാണ് ടാർഗറ്റ്. അതിപ്പോൾ ചില ദിവസങ്ങളിൽ ഒരുപാട് സമയം എടുക്കും. ടഫുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ചില സമയം വേഗം തീരും ചെയ്യും. അപ്പോൾ നമ്മൾ ബാക്കി സമയം ഉണ്ടെങ്കിൽ മറ്റ് അധികം കറണ്ട് അഫയേഴ്സ് കൂടുതൽ നോക്കാനോ അങ്ങനെയൊക്കെ ചിലവാക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഒരു ഫിക്സഡ് ഇത്ര ഒരു 6 അവർ പഠിക്കുക ഒരു ദിവസം അങ്ങനെയൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും ഈ പറയുന്ന പോലെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ തന്നെയാണ്. നമ്മൾ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതല്ലല്ലോ. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ എപ്പോൾ ചോദിച്ചാലും അതിൻ്റെ ആൻസർ കിട്ടുന്ന തരത്തിൽ പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലത്തെ പഠനം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയുക, ചായയൊക്കെ കുടിച്ചിട്ടുള്ള ബാക്കി മഴയ്ക്കായി. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് തൊട്ടാണ് ഇനി കാണിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയായി. അപ്പോൾ മോന് ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുത്ത് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ഫോണൊക്കെ കൊടുത്താൽ കുറച്ചൊന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. ഭയങ്കര മടിയാണ്. അപ്പോൾ ഫുഡ് കൊടുക്കുന്ന നേരം മാത്രം ഫോൺ കൊടുക്കും കേട്ടോ. അതാണ്. അപ്പോൾ ഇനി നമ്മൾ ആഫ്റ്റർനൂൺ സെഷനാണ്. ആഫ്റ്റർനൂൺ സെഷൻ എന്ന് പറയുന്നത് ഒരു 2 മണി തൊട്ട് 4 മണി വരെയാണ് ഞാൻ സെറ്റ് ചെയ്തത് ഇന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് പഠനം ഫിസിക്സും ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫിസിക്സിലെ പ്രകാശം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അപ്പോൾ അതത്ര ടഫുള്ള ഒരു ടോപ്പിക്കല്ല. നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണ്. പിന്നെ ഒരുപാട് മറക്കുന്ന ഫാക്റ്റുകൾ അതിൽ എനിക്കില്ല, എന്നെ സംബന്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പെട്ടെന്ന് തീർക്കണം. അപ്പോൾ എന്നാലും ഞാൻ ഏതൊരു ടോപ്പിക്ക് എടുക്കുമ്പോഴും ഇങ്ങനെ വെറുതെ വായിച്ച് പോവുകയല്ല കേട്ടോ ഞാൻ ചെയ്യാറ്. എനിക്കങ്ങനെ വായിച്ച് പോയാലൊരു സമാധാനം കിട്ടില്ല. കാരണം ഞാൻ പഠിച്ചു എന്ന് എനിക്ക് തന്നെ തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ വായിച്ച് പോകാറില്ല. എത്ര ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണെങ്കിലും വെറുതെ വായിച്ച് പോവില്ല. നമ്മൾ ആൻസർ ചെയ്യുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാൻ തന്നെ അതിൻ്റെ ആൻസർ ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അത് അങ്ങനെയാണ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങളൊക്കെ എങ്ങനെയാണ്? റിവിഷൻ എന്ന് പറയുമ്പോൾ പലരും പറയും ഇങ്ങനെ പഠിച്ച് സമയം കളയരുതെന്ന്. ഇങ്ങനെ വീണ്ടും വീണ്ടും പഠിച്ചിട്ട് റിവിഷൻ എപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു വിടുക, അല്ലെങ്കിൽ അത് സ്പീഡിൽ നടത്തേണ്ട ഒരു പ്രോസസ്സാണെന്നൊക്കെ പറയും. പക്ഷേ എനിക്കത് എന്താ പറയുക, വെറുതെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഞാൻ പഠിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കും. എന്നിട്ട് അതിൻ്റെ ആൻസർ ഞാൻ ഓർക്കാൻ ശ്രമിക്കും, എത്ര ഈസി ഉള്ളതാണെങ്കിലും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എത്ര ഈസിയുള്ള ടോപ്പിക്കാണെങ്കിലും അത്യാവശ്യം കുറച്ച് ടൈം എനിക്ക് വേണ്ടി വരും ഏതൊരു ടോപ്പിക്ക് പഠിക്കാനും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പഠനം എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് മണിക്കൂർ കണക്കാക്കിയിട്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് 8 മണിക്കൂർ പഠിച്ചു, ഇന്ന് 10 മണിക്കൂർ പഠിച്ചു, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് മാക്സിമം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലയിൽ നിൽക്കണം. അല്ലെങ്കിൽ അത് എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, വേഗത്തിൽ നമുക്ക് ആൻസർ കിട്ടും വേണം. അല്ലെ, ഒരുപാട് ആലോചിച്ചിട്ട് ടൈം കളഞ്ഞിട്ട് ആൻസർ കിട്ടിയിട്ടൊന്നും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റില്ല. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടണം. അല്ലേ, നമുക്കൊരു ടൈമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ തീർക്കണം നമ്മുടെ എക്സാം. അപ്പോൾ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനെന്താണ്, ഈ ആവർത്തിച്ചുള്ള വായനയിലൂടെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഒരു ആൻസർ പതിയുള്ളൂ. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വായിൽ ആൻസർ വരും, അല്ലേ, ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമ്മൾ കുറേ കേട്ട് പഠിച്ചതുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ആവർത്തിച്ച് വായിച്ച് പഠിച്ചത് കൊണ്ടൊക്കെയാണ് അങ്ങനെ വരുന്നത്. അല്ലാതെ ഒറ്റ തവണ വായിച്ചാലൊന്നും കിട്ടുന്ന അത്രയും ഐക്യമുള്ളവരൊന്നുമല്ല നമ്മൾ.
അപ്പോൾ അതുകൊണ്ട് പലപ്പോഴായിട്ട് വായിച്ചിട്ട് തന്നെയാണ് നന്നായിട്ട് മനസ്സിരുത്തി വായിച്ച് പഠിക്കുക തന്നെ ചെയ്യണം. വെറുതെ വായിച്ചു പോയിട്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ഇത്ര പേജ് വായിക്കുക അല്ലെങ്കിൽ ഇത്ര പേജ് തീർക്കുക, അതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. നമ്മൾ പഠിക്കുന്നത് എന്താണോ അത് നമുക്ക് ആൻസർ ചെയ്യാൻ, എപ്പോൾ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റണം എന്ന നിലയിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. നിങ്ങളിൽ പലരും അതുപോലൊക്കെ തന്നെയായിരിക്കും പഠിക്കുന്നുണ്ടാവുക. പക്ഷേ ചിലരൊക്കെ ചോദിച്ചു കണ്ടു എത്ര മണിക്കൂർ പഠിക്കും. അപ്പോൾ അവരോടായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എങ്ങനെ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ വെറുതെ വായിച്ചു പോയിട്ട് ആർക്കോ വേണ്ടി ഇങ്ങനെ വായിച്ചു പോകുന്നതല്ല പഠനം. നമുക്ക് ആൻസർ കിട്ടണം. പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആൻസറുകൾ ഇങ്ങനെ തെളിഞ്ഞു വരണം. ചോദ്യം കാണുമ്പോൾ തന്നെ ആൻസർ തെളിഞ്ഞു വരണം. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം. പിന്നെ മാത്സിൻ്റെ കാര്യം പറഞ്ഞാൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് ഒരു വഴി. ഇംഗ്ലീഷ് ആയാലും ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ചെയ്ത് പഠിക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും മറ്റൊരു വ്ളോഗിലൂടെ കാണാം. എല്ലാവർക്കും താങ്ക് യു.